ഒന്ന് സഹായിക്കടാ. എത്ര ദിവസം ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ? യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ അങ്ങനെ കൊച്ചാക്കണ്ട, ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് എന്ന് തന്നെ പറയണം. ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കൾ എത്തൂലായിരുന്നു. ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിന് മിടുക്ക്. അല്ലാതെ സോന ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും പെർഫോമൻസിന് മിടുക്കല്ല. ഇതാടാ അസൂയ എന്ന് പറയുന്നത്. എല്ലാം എടുത്തു വെക്കുക, ഒന്നും മറക്കണ്ട. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഇവള് മറക്കും മായാമി. പിന്നെ അതും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. പോണം, അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നിനക്കും കൂടി വരാമായിരുന്നു. അതെങ്ങനെ? യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഡേറ്റ് തന്നെ കൊണ്ടുവച്ചില്ലേ? ഈ 5-6 ദിവസം നിന്നെ കാണാതെ എങ്ങനെയാടാ ഞാനും ഇപ്പൊ അത് ആലോചിച്ചേ. ഓർമ്മ വെച്ചേ പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അല്ലേ മമ്മി? ഇതിപ്പോ ഒരാഴ്ച. ഹാപ്പി. കേട്ടോടെ ബേബി ഇവള് പറഞ്ഞത്. ഇക്കണക്കിന് ഇവള് ഒരുത്തന്റെ കൂടെ കെട്ടിച്ചു വിട്ടാ പിന്നെ നിന്നെ കണ്ട ചിലപ്പോ തിരിച്ചറിയും കൂടി ഇല്ലേ ഇവള്. ഏയ് മമ്മി ഒരു തമാശ പറഞ്ഞല്ലടാ, അതിന് നീ മൂഡ് ഓഫ് ആവുന്ന എന്തിനാ? ഐ എം സോറിഡാ, നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ലടാ വിഷമം. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങ് പോവില്ലേടാ. അത് പെട്ടെന്ന് പോവില്ല. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ. ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാടാ. വിളിച്ചില്ലെന്ന് ഞാൻ കൊല്ലൂല്ലോ. എസ്റ്റേഡിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെൻഡ് ചെയ്യോടാ. ഞാൻ ഏറ്റു. എന്നാ ഞാൻ പോട്ടെടാ. പെട്ടെന്നാവട്ടെടാ. ഞാൻ പോവാടാ. ശരിടാ. ഡാ. ഓ ടാറ്റ. ബൈ ബൈ. ഹായ്. വേഗം വാ. മാറ് 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 വഴി 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 വഴി. ഹായ് പ്രകാശ്. എന്താ ഇത്ര ലേറ്റ് ആയത്? ബോസ് ഈസ് ഓൾവേസ് ലേറ്റ്. എത്തി ഉടനെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കേ. ഓക്കേ. താങ്ക് യു. ബൈ. ഓക്കേ ബാഡേഴ്സ്, ഓൾ ദി ബെസ്റ്റ്. ബൈ. സീ യു. എബി ടേക്ക് കെയർ. അങ്ങനെ സയാമീസ് ഇരട്ടകൾ വേർപിരിഞ്ഞു. നമ്മുടെ ഇട്ടിച്ചൈന്റെ മോളില്ലേ ജെൻസി, അവളുടെ ഇച്ചായന്റെ സിസ്റ്റർ ലീനയാ പറഞ്ഞത്. ആ സെയിം പാറ്റേണാ, അത് തന്നെ. ആ ഫെമിനയില് മറിയ ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ? അത് തന്നെയാ. ഒരു 10 പവനെങ്കിലും കാണും. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത്. ഗുഡ് നൈറ്റ് ആന്റി. എന്തോ നാടാ ഇത്? ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമല്ലേ? അവളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും. ഇവിടുത്തെ ഫോൺ എങ്കിലും ആക്കാതെ. എടാ എന്റെ പൊന്നു മോനെ, മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുമല്ലായിരുന്നോ? സോന പിന്നെയാണേലും വിളിക്കും. അവളുടെ ഒരു ഹലോ ഹലോ. ഇല്ലല്ലോ, സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞ വരൂ. പറഞ്ഞേക്കാം. ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പപ്പ അതാ രാധാകൃഷ്ണൻ ഡോക്ടറാ. ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ് ടി ഡി ബൂത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കും ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഹലോ. ഹായ്, ദിസ് ഈസ് സോന calling from the garden city. This is Abhi speaking from the Queen of Arabian Sea. എപ്പോ എത്തിയടാ നീ? ഈവനിംഗ് 7:30. ഹോട്ടലിൽ എത്തി ഫ്രഷ് ആയി ഉടനെ നിന്നെ വിളിക്കുക. നീ അവിടെ എന്തെടുക്കുക? നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നടാ, കൊറേ നേരമായി. നിനക്കെന്നെ കാണാതെ ബോറടിക്കുന്നുണ്ടോടാ? അയ്യോ ഭയങ്കര ബോറാടാ. കോളേജ് പോകാൻ തന്നെ തോന്നില്ല. നിന്റെ സെലക്ഷൻ എന്തായി? ചിലപ്പോ കിട്ടുമായിരിക്കും, നോക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. സംസാരിക്കാൻ അവളുടെ കാശുണ്ടാവോടാ? ഉണ്ടായിരിക്കും. നീ ഞാൻ അവളോട് ഒരു ഹലോ പറയട്ടെ. നീ ഹലോ മോളെ, ബാംഗ്ലൂർ എന്നൊക്കെ ഉണ്ട് വിശേഷം? കുറെ നേരമായല്ലോ. ഞാൻ അവളോട് 2 വർത്തമാനം കൈ കിട്ടോ. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് പറയടാ. മായാമയും ജോബച്ചാനും അവിടെ കാത്തിരിക്കാ. ഇപ്പൊ തന്നെ വിളിച്ചേക്ക്. നീ നാളെ വിളിക്കൂലേ? അല്ലേ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോട്ടലിലെ നമ്പർ എത്രയാ? 8273-561. നീ ഒരു പേന എടുത്ത് എഴുത്, മറക്കും. ഇല്ലടാ, 8273-561 അല്ലേ? റൂം നമ്പർ 403. ശരി, നീ നിന്റെ നാടകവും കുറച്ചൊക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ വെയിറ്റ് ചെയ്യാ. ഓക്കേടാ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. குட் நைட் குட் நைட். காணாமல் இருக்கும் பொழுது கண் துடிக்கும், பேசாமல் இருக்கும் பொழுது நெஞ்சம் படபடக்கும். ஐ அண்டர்ஸ்டுட் எவ்ரிதிங் அபேஸ். இதுதான் காதல் ஏக்கம் என்பது. பக்கத்துல இருக்கும்போது சும்மா இருக்கிறது, எங்கேயோ போனதுக்கு அப்புறம் போன் வரலன்னு போனையே முறைச்சு பாக்குறது. இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா. ഒന്ന് ചുമ്മാ ഇരി. ഇത് കാതൽ ഏക്കം ഉറക്കമൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. കാണാതായപ്പോ ഒരിത്.
அந்த இதுதானப்பா அது. இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதுக்கி வச்சிருக்கிறது எல்லாம் கொஞ்சம் கொஞ்சமா இன்ஸ்டால்மெண்ட்ல வெளியில எடுத்து விடு. அதுவும் இல்லாம பாப்பா பக்கத்து வீடு, பாக்குறதுக்கு அழகான பொண்ணு, என்ன மாதிரி சிகப்பான பொண்ணு. சும்மா லவ் பண்ண வேண்டியதானே. ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க. அதை விட்டுட்டு ஃப்ரெண்டாவது கிண்டாவது வேஸ்ட். பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்புத்தான் வரும். தீ ஃபயர், ஃபயர் தான் காதல் என்பது. அதுதான் காதலின் தத்துவம். லவ்ஸ் பிலாசபி. മതി ലവ്സ് ഫിലോസഫി. ഇനി ലവ്സ് ഒന്നോ കാതലൊന്നും മിണ്ടിയ. സോന അറിഞ്ഞ എന്താ കരുതുക? പപ്പയും മമ്മി അറിഞ്ഞ എന്താ കരുതുക? ஐயடா ஆத்திரிக்கா பஜ்ஜி கொலக்கட்டை. எல்லாருக்கும் தெரிஞ்சு பண்ணனா அது காதல் இல்லப்பா. யாருக்கு தெரியாம பண்ணினாதான் அது காதல். இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன். இந்த எத்திரிக்கா பட்டி குட்டி. பேசாம சாப்பிட்டு படுத்து தூங்கு மகனே. தூங்கும் போது சும்மா தூங்காத, கனவு கண்டுகிட்டே தூங்கு. ஸ்வீட் ட்ரீம்ஸ். வந்துருச்சு ஆசையில் ஓடி வந்தேன், காதல் வந்துருச்சு. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം. Just half an hour. Hello, Bonus. Hi, Abhi. Hi, Prakash. സായമിസിനെ സേഫ് എത്തിച്ചിട്ടുണ്ടോ? Okay, thank you. Oh, മറന്നു. പ്രകാശ്, congratulations. Thank you. അല്ല, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയാണല്ലോ. എന്ത് പറ്റി സെക്കൻഡ് ആയി പോയെ? ഒക്കെ ഒരു തരം ക്ലിക്കാ. സെന്റ് ആന്റണീസിലെ മായാവർമ്മക്ക് കുച്ചിപ്പിടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്താ, പിന്നെ തിരുത്ത് വന്നത് സെക്കൻഡായി. അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ദേ കിടക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ? ഇവരുടെ നാട്ടകം. അതെ, മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്തെത്തിയല്ലോ. ഊതണ്ട, നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു ജഡ്ജസിന് വിവരം ഇല്ലാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഓക്കേ അബി, see you soon. Okay. ഇന്ന് കോളേജ് വരുന്നില്ലേ? പിന്നെ Okay, bye. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? ആദ്യം നിന്റെ വിശേഷങ്ങൾ പറ. അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം. ആ പിന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോ വല്ല ബോംബും വീണ് പൊട്ടിയോ? ഒരു വലിയ ബോംബ് വീണു, പക്ഷെ പൊട്ടിയില്ല. ഓ, വർഷയുടെ ബോംബ് അത് ഇനിയും പൊട്ടിയില്ലേ? അയ്യേ, അവളെയും കൊള്ളൂല, നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല. ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം. நீ அங்கே நான் இங்கே, இன்பம் காண்பதும் எங்கே, இன்பம் காண்பதும் இங்கே. வந்தாச்சா? സൗഖ്യമാ? ഞാനില്ലാത്ത സമയത്ത് കാതൽ മന്നൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു. എപ്പടിയുണ്ട് കാതൽ? அந்த கதையை ஏன்பா கேக்குற? என்ற காதலு கத்திரிக்காய் குழம்புல ஓட்ட கருவாடு கணக்கா இருக்குது. இந்த வருஷமும் பொங்கலுக்கு முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வையி, இன்னும் 10 வருஷத்துக்கு சாவே கிடையாது ஜோசிக்கார சொல்லி போட்டாப்பா. இந்த மாதிரி சிச்சுவேஷன் நீ எந்த படத்துலயாவது பாத்துருக்கிறியாப்பா? ഇതുവരെ ഒരു പടത്തിലും പാത്തിട്ടില്ല. நான் பாக்குற வரைக்கும் பாப்பேன். என்னோட செமைய ரொம்ப சோதனை பண்ணாங்க. சாப்பாட்டுல பூச்சி மருந்தை கலக்கி அந்த கிளவிய க்ளோஸ் பண்ணிடுவேன். പൂച്ച മരുന്നാ? ടിക് 20. കറക്റ്റ്. ചോറില് ടിക് 20 കലക്കി തള്ളയെ തട്ടിക്കളയാൻ പറ. ഓക്കേ. അത് ശരി. യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്കി ഡാൻസ് ഇവിടെയുണ്ടോ? ദേ മായ വിളിക്കുന്നു സോനെ. അങ്ങോട്ടല്ലേ പോണത് ബേബാൻഡി? ആദ്യം ഇവിടെ ഹാജർ വെക്കണ്ടേ? ഒന്നിങ്ങൊന്ന് വാ. പെട്ടെന്ന് ടീഷർട്ടും പാന്റും ഒരുക്കേ. എന്നിട്ട് ഇതൊന്നിട്ടെ. ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ചെല്ല്. എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് വാ. വേഗം ഔട്ടടാ. ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ. ഓ ഗോഡ്, എന്താ ഞാനത് മറന്നേ? വേഗം. എന്ത് കറക്റ്റ് ഫിറ്റിംഗ്. ജിജോട് ഞാൻ ബെറ്റ് വെച്ചതാ ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞ്. എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് ഇത്ര കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ? അതാണടാ ഈ സോന. എന്റെ ഗിഫ്റ്റ് ഇവിടെ. എനിക്ക് ചുരിദാറും മിടിയൊന്നും വേണ്ട, സംതിങ് സ്പെഷ്യൽ. എടുക്കടാ. ഞാൻ വാങ്ങാൻ മറന്നു. മറന്നോ? അത് ശരി. അപ്പൊ 5-6 ദിവസം കാണാതായപ്പോഴേക്ക് നീ എന്നെ മറന്നു അല്ലേ? എന്താടാ? എന്താ നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ. എന്നെ മറന്നോണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ? നിനക്കറിയോ, നീ ഇല്ലാഞ്ഞിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ ലോൺലി, സോ ഏലിയൻ. സോന, ദേ മമ്മി വിളിക്കുന്നു. ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ് തന്നെ ഇട്ടിട്ട് വന്നാ മതി. ഓക്കേ? ഓക്കേ. ഇതെന്ത് മാത്രം നോട്ട്സാടാ? ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ.
ആ ഫിസിക്സ് നോട്ടിങ് എടുത്ത് എന്നിട്ട് അതൊന്ന് പകർത്തി എഴുത്. അപ്പോഴേക്കും ഞാൻ ഇത് തീർക്കാം. ഓയ് ഹേയ്, നിനക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാനുണ്ടോന്നോ? പറയാനേ ഉള്ളൂ. പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു. ബൊക്കെ ആയിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ചമ്മുന്ന എന്തിനാ? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ സീക്രട്ടായി വെച്ചിരുന്നല്ലേ. ഓ, കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ അത് ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു ഞാൻ കരുതിയില്ല. കാർഡ് കണ്ടപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു. എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്തോന്ന് സെലിബ്രേഷൻ? ഞാൻ കേക്ക് മുറിച്ചു, പിള്ളേരെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി. പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും. ആ, അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി. അതാണ് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ച വിശേഷം. എന്താണോ പ്രധാന വിശേഷം? ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം. ആ, നീ ഞാൻ പ്രകാശ്. ഓക്കെ, എന്തെങ്ങനെ അവിടെ നോക്കുന്നെന്തിനാ? ശരി. ഹലോ, എന്താ ഇവിടെ തനിച്ച്? യൂസി, എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, well, I'm a bit nervous. ഭയങ്കര ഇംഗ്ലീഷ്. You see, you know well. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു പറയാനുള്ളത് എന്താന്ന് വെച്ചാ മടിയില്ലാതെ പറ. പിന്നെ പുള്ളി സോന, പ്ലീസ് don't misunderstand me. പറയാൻ പലതവണ വിചാരിക്കുന്നു. വെൽ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്. I mean, I truly love you. കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. വെൽ, എന്തായാലും തുറന്നു പറയണം. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പറയാം. നീ പ്രകാശ്, ഓക്കെ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ആ, ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓ, അത് ക്ലാങ് ക്ലാങ് ക്ലാങ്. ഇനി സൈലൻസ്. ഞാൻ പ്രകാശിനെ ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്നിട്ടത് എങ്ങനെ എന്ന് പറഞ്ഞൊന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയാഞ്ഞേ? ആ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ നമ്മുടെ വെയിറ്റ് പോവില്ലടാ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ? നിനക്കല്ലേ തോന്നണ്ടത്? അല്ല, ഞാനെന്ത് പറയണം? സത്യം അങ്ങ് പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന്. അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോടാ. അപ്പൊ സിമ്പിൾ, അങ്ങനെ പറ. പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട, അല്ലടാ. ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ.